കാലുവണ്ടിയാണ്. എനിക്ക് മറ്റേ എന്താ പറയുക, ലോഡ് വണ്ടി ഓടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പവറൊക്കെ ശരിക്കും പറയാൻ പറ്റുക. എന്നാലും ഷിഫ്റ്റ് ചെയ്ത് കണ്ട അങ്ങനെ ഷിഫ്റ്റിലേക്ക് പോകണം. പിന്നെ 5ലേക്ക് മാറി. നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യകത എന്നൊക്കെ ഞാൻ അന്നത്തെ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിവേഴ്സ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇതും ഷിഫ്റ്റഡ് തന്നെയാണ്. ഇതിങ്ങനെ ആക്കി എയർ അസിസ്റ്റ് ഷിഫ്റ്റഡ് ആണ്. ഇവിടെ ബാക്കിയുള്ള ഗിയർ വരും 5, 6, 7, 8 അങ്ങനെ നമുക്ക് എടുക്കണം. ഭാരത് ബെൻസിൻ്റെ ഷോറൂമിൽ നിന്ന്, ഇത് ലൈലൻഡിൻ്റെ ഷോറൂമിൽ നിന്ന് എടുത്ത വണ്ടിയാണ് അവതാർ സീരീസ്. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഈ വണ്ടിയുടെ നമസ്കാരം. വണ്ടി മച്ചാൻ്റെ പുതിയ വീട്ടിലേക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇതിനിടയിൽ ഒരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് അപ്ലോഡ് ചെയ്തിട്ടില്ല. അതൊരു കാരവാൻ്റെ വീഡിയോ ആണ്. അത് അടുത്ത വീഡിയോ, അത് മുന്നേ എടുത്ത് വെച്ചതാണ്, പക്ഷേ അത് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനിടയിൽ നമ്മളിപ്പോൾ ഉള്ളത് KTS ഗ്രൂപ്പിലാണ്. KTS ഗ്രൂപ്പ് മുക്കത്തുള്ള ഗ്രൂപ്പാണ്. നമ്മുടെ കാഞ്ചനമാല മൊയ്തീൻ്റെ നാടായ മുക്കത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ വണ്ടി മച്ചാൻ്റെ പുതിയ വീട്ടിലേക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് കിടന്നാലോ. വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നേ ഇതിൻ്റെ സ്പെക്ക് ഒന്ന് പറഞ്ഞുതരാം. ഇത് ലൈലൻഡിൻ്റെ 10 വീല് ടിപ്പറാണ്. 2832 6x4 സീരീസിലാണ് ഈ വണ്ടി വരുന്നത്. ഇതിന് പവർ വരുന്നത് 320 HP. അതുപോലെ തന്നെ ഗ്രോസ് വെയിറ്റ് വരുന്നത് 28,000 kg ആണ്. വീൽ ബേസ് വരുന്നത് 4100 mm ആണ്. അതുപോലെ ഫ്യൂവൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത് 220 ലിറ്ററാണ്. 10 ടയർ വണ്ടിയാണ് ഇതിൻ്റെ. അതുപോലെ തന്നെ ഇതിൻ്റെ മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3.5 to 4 വരെ കിട്ടുമെന്നാണ് പറയണത് കമ്പനി. 4.5 വരെ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാരാബോളിക് ലീവ് സ്പ്രിങ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ പറഞ്ഞ ലൈലൻഡ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാരത് ബെൻസിൻ്റെ വിശേഷങ്ങൾ. കൂട്ടത്തിൽ ഞാൻ ചെറുതായിട്ട് ഈ വണ്ടിയെ കുറിച്ച് കാട്ടിയതായിരുന്നു. പക്ഷേ ഇത് നമുക്കൊരു കണ്ടന്റ് ആവുമല്ലോ വിചാരിച്ചിട്ട് രണ്ടാമതൊരു വീഡിയോ ഇട്ട് എടുത്തതാണ് കേട്ടോ, വേറെ ഒന്നല്ല. അപ്പോൾ അതിൽ ലൈലൻഡിൻ്റെ നമ്മൾ 2832 മുന്നേ TN ചെയ്തിട്ടുണ്ട് തോന്നുന്നു. പക്ഷേ ഇത് BS6 OBD 2 സീരീസിൽ വരുന്ന വണ്ടിയാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ് പഴയ ലൈലൻഡിനെക്കാട്ടും. അപ്പോൾ ഇതാണ് ഓവറോൾ വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് കാര്യങ്ങളൊക്കെ. നല്ല മഴ വരുന്നുണ്ട്, അതിന് മുന്നേ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ വരുമ്പോൾ നമ്മുടെ ഭാരത് ബെൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഭാരത് ബെൻസ് അവിടെ കിടക്കുന്നുണ്ട്. ആ ഭാരത് ബെൻസിൻ്റെ വണ്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ വണ്ടിയുടെ ഒരു ഫ്രണ്ട് ഫേഷ്യൽ ലുക്ക് കാണാം. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു കവിള് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കവിള് കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അശോക് ലൈലൻഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ അതിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മോഡലായിട്ട് ഇവിടെ ഒരു മിറർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു സ്പേസ് പോലെയാണ് ഇതിന് കൊടുത്തേക്കണം. മറ്റേ വണ്ടിക്ക് അങ്ങനെയല്ല, കണ്ടിന്യൂ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഇവിടെ ഒരു സ്പേസ് ആയിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ പാറ്റേൺ വന്നേക്കണേ. പിന്നെ മറ്റേ വണ്ടിക്ക് കുറച്ചൊരു നെറ്റിയുണ്ട്, ഇതിന് നെറ്റി ഇല്ലാത്ത രീതിയിലാണ് വന്നേക്കണേ. പിന്നെ ഇതിൻ്റെ ഗ്രിൽ പോർഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. മറ്റേ വണ്ടിയുടെ ഗ്രില്ല് വേറൊരു രീതിയിലാണ്. രണ്ട് കമ്പനിയാണ്, എന്നാലും പറയുകയാണ്. ചിലർക്ക് ചില മോഡലാവും ഇഷ്ടപ്പെടുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രില്ല് വരുന്നത് ഇത് പുത്തൻ വണ്ടിയാണ്. അപ്പോൾ ലൈലൻഡുകാർ വെച്ചിട്ടുള്ള സംഭവം, കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ലൈലൻഡിൽ വലിയൊരു ലോഗോ ഇവിടെ കാണിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അശോക് ലൈലൻഡ് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഗ്രില്ലിൻ്റെ പോർഷൻ. ഈ ഗ്രില്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ ഇഷ്ടംപോലെ കാറ്റ് ഉള്ളിലേക്ക് കയറുന്ന ടൈപ്പിലാണ് ഇതിൻ്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ താഴെ വരുമ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഇത് കണ്ട, ഇതൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇത് അടിയൊന്നും എന്താ പറയുക, ഇത് അതായത് നമ്മളൊരു വലിയ മൈനിങ്ങോ അല്ലെങ്കിൽ കോറികളും അങ്ങനെയുള്ള സ്ഥലത്തേക്കല്ലേ ഈ വണ്ടികളൊക്കെ ഇങ്ങനെ ഓടിക്കണത്. അപ്പോൾ അതിനാണ് ഇങ്ങനത്തെ ഒരു ക്രാഷ് കാർഡ് പോലത്തെ ഒരു ഗാർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വരികയാണെങ്കിൽ നമ്മുടെ ഹെഡ് ലാമ്പ്സ് ആണ്. 2 ഹെഡ് ലാമ്പ്സ് കാണാം. ഇൻഡിക്കേറ്റർ ലൈറ്റ് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിനൊരു ബോക്സ് പോലൊരു നെറ്റ് പോലെ സംഭവം കവർ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ കോറിയിലൊക്കെ പോകുമ്പോൾ കല്ലൊന്നും തട്ടിയിട്ട് ഇത് ഒന്നും പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നല്ലതാണ്. പിന്നെ ഈ ഗ്രില്ലിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഇത് വേറൊരു പീസ് പോലെയാണ് ഈ ഒരു ബമ്പർ കൊടുത്തേക്കണേ കേട്ടോ. ഒരു സിംഗിൾ പീസ് ബമ്പറായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ മഴ അതിൻ്റെ ഇടയിൽ നല്ലപോലെ സ്ട്രോങ് ആയി. അപ്പോൾ അത് അവതാർ സീരീസിൽ വരുന്ന വണ്ടിയാണ് അശോക് ലേലൻ്റെ. ഇത് KTS ഗ്രൂപ്പിൻ്റെ വണ്ടിയാണ്. കോഴിക്കോട് തന്നെയാണ് ഇവർ ഈ വണ്ടികളെല്ലാം എടുക്കാറുള്ളത്. ഇത് ഭാരത് ബെൻസിൻ്റെ ഷോറൂമിൽ നിന്ന്, ഇത് ലേലൻ്റെ ഷോറൂമിൽ നിന്ന് എടുത്ത വണ്ടിയാണ് അവതാർ സീരീസ്. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഈ വണ്ടിയുടെ ഈ സൈഡിൽ മിറർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡോറ് പിന്നെ ഇവിടെ അവതാർന്ന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോറിൻ്റെ പിടിച്ച് കയറുന്ന ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഫുഡ് സ്റ്റെപ്പിൽ 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഹൈറ്റ് കൂടുതലുള്ള പോലെ, മറ്റേ വണ്ടിയെക്കാട്ടും ഒരു ഹൈറ്റ് കൂടിയൊരു വണ്ടി പോലെ തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേ വണ്ടിയുടെ ഒരു ബോക്സ് ചെറിയതുപോലെ, പക്ഷേ ഇതിൻ്റെ ഒരു ബോക്സ് വലിയൊരു ബോക്സ് പോലെ ഉണ്ട്. ആദ്യകാലങ്ങളിൽ വരുന്ന വണ്ടി ഇതിലും ഈ ബോക്സൊക്കെ ഇതിലും വലിപ്പമുള്ളതായിരുന്നു തോന്നുന്നു. പിന്നെ ലൈലൻഡിൻ്റെ ആ ഒരു എന്താ പറയുക ടയർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ സംഭവം ഉണ്ട് ലൈലൻ്റെ, അത് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള പണ്ട് വന്നായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇത് പ്രൊജക്റ്റ് അല്ല, ഇതിങ്ങനെ അത് അടിച്ച് പരത്തിയ പോലത്തെ ഷേപ്പിലാണ് ഇപ്പോൾ അതിൻ്റെ ലൈലൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ വെച്ചേക്കണം കേട്ടോ. അത് സ്ലീപ്പർ ബസ്സിലും 13 മീറ്ററിലൊക്കെ അങ്ങനെയാണ്, ഇങ്ങനത്തെ ലോഗമാണ് ഇപ്പോൾ വരുന്നത്. പിന്നെ ഇതിൽ വരികയാണെങ്കിൽ എഞ്ചിൻ്റെ ബേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വേരബിൾ ലീഫ് സ്പ്രിങ്സ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് വളരെ വിശാലമായിട്ടിൻ്റെ ഉള്ളിൽ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. എഞ്ചിൻ്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ടയറിൻ്റെ ആ ഗാർഡ് കാര്യങ്ങളൊക്കെയാണ്, വീലാർച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇത് പിന്നെ ഫൈബർ മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇനി ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇത് നമ്മുടെ എയർ ടാങ്കാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ബാറ്ററിയാണ്, ബാറ്ററി ബോക്സാണ്. ഇത്രയ്ക്കൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തൊട്ടിപ്പുറത്ത് വരികയാണെങ്കിൽ ഇത് ഹൈവേടെയാണ് ഇതിൻ്റെ മറ്റു സംഭവം. എന്താ നമ്മുടെ ഹൈഡ്രോളിക് ഫ്യൂല് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഓയിൽ ഒഴിക്കണത് ഇതിൻ്റെ ഉള്ളിലാണ് ആ ഓയിൽ ഒഴിക്കുക. ഹൈവേടെയാണ് ഇതിൻ്റെ ടാങ്ക് വരുന്നത്. പിന്നെ ഇതിൽ യൂസേജ് എങ്ങനെയാണെന്ന കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ആ ബാക്കിൽ അവിടെയുള്ള ആ പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷനിൽ നെറ്റ് വെച്ചിട്ടുണ്ട് ഗ്ലാസ്സിൽ നിന്ന് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഈ ബോക്സിൻ്റെ ഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് വിശാലമായിട്ട് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അടിപൊളി. മഴ വന്നു, മഴ തൂളുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതൊക്കെ ഫ്ലൂയിഡുകൾ ഒഴിക്കുന്ന ആ മറ്റേ സംഭവങ്ങളൊക്കെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ. എന്തായാലും ഉഷാറായിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മുടെ എന്താ പറയുക ഡീസൽ ടാങ്കാണ്. ഡീസൽ ടാങ്ക് മറ്റേ വണ്ടിയുടെയൊക്കെ ടാങ്ക് വലിയ ടാങ്ക്, ഇതിൻ്റെ ഒരു ടാങ്ക് ഇങ്ങനത്തെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഇതിൻ്റെ ടാങ്ക് കാര്യങ്ങളൊക്കെ വന്നേക്കണത്. ഇതിനൊരു പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട് ആ ടാങ്കിന്. അത് ഇതുപോലെ ബാറ്ററി ബോക്സും പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. കുറുക്കൻ്റെ കല്യാണം എന്ന് പറയും, മഴയും വെയിലും ഒരുമിച്ച് വന്ന. എന്തായാലും എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ആരുടെയെങ്കിലും കല്യാണം ആവട്ടെ. അപ്പോൾ ഇവിടെ അടുത്തൊരു കോറി ഉണ്ട്, അതുകൊണ്ടാണ് ഇത്രയും വണ്ടികൾ അതിൽ കൂടെ കയറി പോകണേ കേട്ടോ. അപ്പോൾ വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ കാഴ്ചകളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ബോക്സും കുറച്ചുകൂടി വലിപ്പമുള്ള ബോക്സായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യണത്. അപ്പോൾ 10 വീല് വണ്ടിയാണ് ഇത് വരുന്നത്. ഓവറോൾ സൈഡിലത്തെ ലുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. എന്തായാലും ഉഷാറായിരിക്കുന്നുണ്ട് വണ്ടി കാണാനൊക്കെ ആയിട്ട്. ടിപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ പല ടൈപ്പ് ടിപ്പറുകൾ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്. ലൈലിൻ്റെ ടിപ്പറും ചെയ്തിട്ടുണ്ട്. അത് BS6 OBD 1 സീരീസ് ചെയ്തേക്കണേ. OBD 2 സീരീസ് നമുക്ക് കിട്ടി. അപ്പോൾ എന്തായാലും ഇനി ബാക്കിലത്തെ ഒന്ന് പോവാം. ബാക്കിൽ വരികയാണെങ്കിൽ ഇതുപോലെ പാരബോളിക് ലീഫ് സ്പ്രിങ്സ് കറക്റ്റ് അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഷാസി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാം വളരെ അടുത്ത് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ടയറിൻ്റെ ഭാഗങ്ങളാണ്, പോളിൻ്റെ ടയറാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാക്കിൽ നോക്കി ഇതിൻ്റെ അടിയിൽ ശരിക്കും വേണമെങ്കിൽ ഇവിടെ കുറച്ചുകൂടി ഒരു ഇത് വെക്കണമല്ലേ, ബൈക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി പോകാൻ സാധ്യതകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ഭാവിയിലൊക്കെ കൊണ്ടുവരട്ടെ അല്ലേ. ടയറ് ഇതാണ്. ബാക്കിൽ വരുമ്പോൾ 4 ടയർ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ഓടിച്ച് പറയുന്നത് വേറെ ഒന്നും ഉണ്ടല്ലോ, നമുക്ക് നല്ലൊരു മഴ വരുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇത് അവസാനിപ്പിക്കണം. ബാക്കിൽ വരികയാണെങ്കിൽ വലിയ ബോക്സാണ്. ബോക്സിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ ലൈലൻഡിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. KTS ഗ്രൂപ്പ് കൊണ്ട് കാണാൻ സാധിക്കും. പിന്നെ ബാക്കിൽ വരുമ്പോൾ ഹിന്ദുജ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ശാസ്ത്ര മോളിൽ ബാക്കിൽ ഇതുപോലത്തെ ഒരു ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മഡ് ഫ്ലാപ്പൊക്കെ വലിയ രീതിയിൽ തന്നെ കൊടുത്തേക്കണേ. ഇവിടെ ടെയിൽ ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ടെയിൽ ലാംപ്സിന് പ്രൊട്ടക്ഷനായിട്ട് ഒരു ഗാർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇപ്പോൾ നമ്പർ കിട്ടിയിട്ടുണ്ട്. ഇത് പുത്തൻ വണ്ടിയാണ്, പക്ഷേ നമ്പർ കിട്ടിയിട്ടുണ്ട് ഇവർക്ക്. പിന്നെ ഹൗസിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പണ്ടത്തെ ലോറിയിലൊക്കെ ഹൗസിങ്ങിൻ്റെ മുകളിലൊക്കെ ഓരോന്നൊക്കെ വരച്ച് വയ്ക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ബാക്കിൽ നിന്നുള്ള വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ. ഈ സൈഡ് പ്രൊഫൈൽ നമുക്ക് നോക്കാം.
നമ്മൾ അപ്പുറത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പുറത്തും ഉള്ളത്. ഇനി ഭാരത് ബെൻസും ലൈലൻഡും കൂടിയുള്ള വ്യത്യാസങ്ങൾ ശരിക്കും ഇപ്പോൾ ഒറ്റ ഫ്രെയിമിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കി, അതിൻ്റെ ആ ബോക്സും ഇതിൻ്റെ ബോക്സും തമ്മിലുള്ള വ്യത്യാസം കണ്ട ഏകദേശമൊക്കെ ഒരുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ബോക്സ് കുറച്ചുകൂടി ഹൈറ്റ് കൂടുതലുണ്ട് അല്ലേ ഭാരത് ബെൻസിനെക്കാട്ടും ലൈലൻഡിന്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഈ സൈഡിൽ വരുമ്പോൾ ഇതുപോലെ 2-3 ഒരു കമ്പികൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈലിൻ്റെ ഒരു സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആ ബോക്സിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ടയറൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അപ്പുറത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പുറത്തുള്ളത്. പിന്നെ ഇവിടെ എയർ ടാങ്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റെപ്പിനി ടയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആഡ് ബ്ലൂവിൻ്റെ ടാങ്ക് ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. അതിനൊരു പ്രൊട്ടക്ഷൻ കവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈറ്റ്സിൻ്റെ യൂണിറ്റാണ് ഈ കാണുന്നത്, അതിനൊരു പ്രൊട്ടക്ഷൻ കവർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ലതാണ്. അല്ലെങ്കിൽ ഇടി വന്നാലൊക്കെ ഈ സൈഡൊക്കെ ഇതിപ്പോൾ ഒന്നും പറ്റില്ല. അത്യാവശ്യം സ്ട്രോങ് സംഭവമാണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈറ്റ്സ് പോലെ ഈറ്റ്സിൻ്റെ യൂണിറ്റ്, ഇത് മറ്റേ ആഡ് ബ്ലൂവിൻ്റെ ടാങ്ക്, ഡെഫിൻ്റെ ടാങ്ക്. അപ്പോൾ ഹൈവേയുടെ ഹൈഡ്രോളിക് സിസ്റ്റമാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഒന്നുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. നോക്കിയേ, ഇപ്പുറത്ത് കുറച്ചുകൂടിയും കിട്ടുന്നുണ്ട് അല്ലേ, അതിൻ്റെ ഗിയർ ബോക്സും എഞ്ചിൻ്റെ ബേ ഒക്കെ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് വണ്ടിയുടെ പുറത്തുനിന്നുള്ള വിശേഷങ്ങൾ. ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറാം. 2832 TN സീരീസിൽ വരുന്ന വണ്ടിയാണിത്. നേരത്തെ പറഞ്ഞല്ലോ, ഒരു 3 ഫുഡ് സ്റ്റെപ്പ് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ ഉള്ളിലേക്ക് കയറാനൊക്കെ ആയിട്ട്. എന്തായാലും വണ്ടി അടിപൊളിയല്ല. അതിൻ്റെ ഒരു വികാരമാണ്. നമുക്കിത് വണ്ടിയൊക്കെ ഓടിച്ച് നോക്കിയാലാണ് രണ്ടിൻ്റെയും, ഭാരത് ബെൻസിൻ്റെ ആണെങ്കിലും ഇതിൻ്റെ ആണെങ്കിലൊക്കെ വ്യത്യാസം നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വണ്ടി. നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് കയറാം. ഓക്കെ, ഞാൻ നമ്മുടെ ലൈലൻഡിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയാണെങ്കിൽ ക്ലസ്റ്റർ കാണാം, എല്ലാം ഡിജിറ്റൽ കാണാം. അതിൽ തംസപ്പ് കൊടുക്കും കേട്ടോ. നല്ല രീതിയിലൊക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ തംസപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ക്ലസ്റ്ററിൽ സ്റ്റീറിംഗ് വീൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ കുറേ ലൈലൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റീറിംഗ് വീൽ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം, അതുപോലെ തന്നെ എഞ്ചിൻ ബ്രേക്കൊക്കെ ഈ ലിവറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വൈപ്പർ വാഷ് ചെയ്യേണ്ട ഫ്ലൂയിഡ് മറ്റേ എന്താ സംഭവങ്ങളൊക്കെ വൈപ്പറിൻ്റെ ഇതൊക്കെ അതിൽ തന്നെയാണ്. ഇത് ഹെഡ് ലാമ്പ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിലാണ് കൊടുത്തേക്കണേ. ഹെഡ് ലാമ്പ്സ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. വളരെ സിമ്പിളായിട്ട് പറയുന്നതാണ്. വണ്ടിയുടെ ചാവി വരുന്നത് ഇങ്ങനെയാണ്. ഇതാണ് അതിൻ്റെ ചാവി വരുന്നത്. പിന്നെ വണ്ടിയുടെ ക്ലസ്റ്ററിൻ്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ട്രാൻസ്മിഷൻ, മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സാണ് വരുന്നത്. 10 ഗിയറാണ് വരുന്നത്. സി, ക്രൗളർ ഗിയർ, റിവേഴ്സ്, ക്രൗളർ ഗിയർ കഴിഞ്ഞാൽ ഈ ക്രൗളർ ഗിയറിൻ്റെ കാര്യങ്ങളൊക്കെ പണ്ട് പറയാറുണ്ട്. എങ്ങനെയാണ് ഈ ക്രൗളർ ഗിയർ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യകത എന്നൊക്കെ ഞാൻ അന്നത്തെ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിവേഴ്സ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഇതും ഷിഫ്റ്റഡ് തന്നെയാണ്. ഇതിങ്ങനെ ആക്കിയാൽ എയർ അസിസ്റ്റ് ഷിഫ്റ്റഡ് ആണ്. ഇവിടെ ബാക്കിയുള്ള ഗിയർ വരും 5, 6, 7, 8 അങ്ങനെ നമുക്ക് എടുക്കണം. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഏരിയയിലൊക്കെ ഇത്രയും സ്പേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് പാർക്കിംഗ് ബ്രേക്കാണ്, ഇവിടെയാണ് വന്നിട്ടുള്ളത് പാർക്കിംഗ് ബ്രേക്ക്. അതുപോലെ തന്നെ ഇതിൽ താഴെ വരികയാണെങ്കിൽ ഇത് ഇൻഹിബിറ്റ് സ്വിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ബാക്കിലത്തെ ടയർ മറ്റേ ചെടിയിലൊക്കെ ചാന്ന് പോരായിരിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ടല്ലോ, അതാണ്. പിന്നെ ഇത് ഹിൽ ഹോൾഡ് സ്വിച്ച്, പിന്നെ ഇത് മറ്റേ എൻജിൻ ബ്രേക്ക്, അങ്ങനത്തെ സാധനങ്ങളാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചത് എൻജിൻ ബ്രേക്കിൻ്റെ സംഭവം അതാണ്. പിന്നെ ഹസാഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഇൻഹിബിറ്റ് സ്വിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ലൈലൻഡിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്റ്റീരിയോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി എന്താ പറയുക, കുറേ ഡമ്മി സ്വിച്ചുകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ഇതുപോലെ വെൻറ്റുകൾ കാര്യങ്ങളൊക്കെ കുറേ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും അതൊക്കെ ഏസിയുടെ വെൻറ്റുകൾ കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ AC-യുടെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാർജും പോർട്ടൽസും കൂടെ കാണാൻ സാധിക്കും. പിന്നെ ഇത്രയും ഒരു സീറ്റ് കൊണ്ട് ഒറ്റ സീറ്റാണ് കൊടുത്തേക്കണത്. അതിൽ നമുക്ക് ഇത്രയും സ്പേസ് കാര്യങ്ങളൊക്കെ, അതിൻ്റെ ലെഗ് സ്പേസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് പറഞ്ഞാൽ ഭാരത് ബെൻസിൽ ഇതൊന്നും അടിച്ചിടേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിന് കുറേ സംഭവങ്ങളൊക്കെ അടിച്ചിടണം. പുതിയ വണ്ടിയൊക്കെ ഒന്നും മാറ്റിയിട്ടില്ല. ഇത് കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ബാക്കിൽ നെറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഇത് തുറക്കാൻ പറ്റും ഈ ഒരു ഭാഗം. പിന്നെ ചെറിയൊരു ക്യാബിനാണ്. ഒരു വൈറ്റ് ആൻഡ് ഒരു ഗ്രേ തീമിലാണ് ഇതിൻ്റെ തീമൊക്കെ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ ക്യാബിൻ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കാൻ. മറ്റേ വണ്ടിക്ക് അത്ര സ്പേസ് ഇല്ല, ഇതിന് സ്പേസ് കൂടുതല. പിന്നെ ഇത് ഇവിടെയൊക്കെ ലൈലൻഡിൻ്റെ ഇത് വെച്ചേക്കുന്നുണ്ട്. ഇതൊക്കെ സ്പേസ് തന്നെയാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെട്ടി സെറ്റാക്കാം. പിന്നെ ഒരു വൈസർ കൊടുത്തിട്ടുണ്ട്, 2 സൈഡിലും സൺവൈസർ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ ഇവിടെ ഒരു മറ്റേ സംഭവം വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ബ്ലൈൻഡ് സ്പോട്ട് മിററാണ്. കാരണം വെച്ചാൽ നമുക്ക് അടിയിൽ കണ്ടോ, അതിനെ സൂം ചെയ്താൽ അടിയിൽ കൂടെ ആരും നടക്കണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ മിററൊക്കെ ആവശ്യം തന്നെയാണ്. ഒരുപാട് പേര് അങ്ങനെ മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല സംഭവങ്ങൾ തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എയർ സീറ്റല്ല,
പിന്നെ ഇത് നമ്മുടെ ഈ സാധനം ടിപ്പ് ഹൈവേയുടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് റേസ് ചെയ്യണം, ഇതിങ്ങനെ വലിച്ചിട്ട് അപ്പോഴാണ് ഇത് ടിപ്പ് പൊന്തുക. അത് ഹൈവേയുടെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ സീറ്റ് ഇതാണ് ഞാൻ ഇരിക്കുന്ന സീറ്റ്. ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു നല്ലൊരു സീറ്റ്, മനസ്സിലായ? അല്ലാതെ എയർ സീറ്റൊന്നുമല്ല, നല്ല അടിപൊളി സീറ്റാണെന്ന് മാത്രം. പിന്നെ എയറൊക്കെ സെറ്റാക്കാൻ വേണമെങ്കിൽ നമുക്ക്. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇത്. ഗിയർ പണ്ടത്തെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. ഒരു വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ കൂടുതൽ അറിയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ കാഴ്ചകൾ. പിന്നെ ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ എത്രയ്ക്ക് ഇങ്ങനെയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കി നോക്കാം, എന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം. നല്ല രസമാണ്. കാലുവണ്ടിയാണ്. എനിക്ക് മറ്റേ എന്താ പറയുക, ലോഡ് വണ്ടി ഓടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പവറൊക്കെ ശരിക്കും പറയാൻ പറ്റുക. എന്നാലും കണ്ട അങ്ങനെ ഷിഫ്റ്റിലേക്ക് പോകണം. പിന്നെ 5ലേക്ക് മാറി. എന്തായാലും നല്ല രസമാണ്. അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ ലോഡില്ലാതെ ഓടിക്കുമ്പോൾ ഭയങ്കര കുറച്ച് ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതല്ലെങ്കിൽ ഇത്ര ചാട്ടം ഉണ്ടാവില്ല. പിന്നെ എയർ അസിസ്റ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ ഗിയറൊക്കെ നല്ല പഴം പോലെ വീഴും. ശരിക്കും ഭാരത് ബെൻസിൻ്റെ ഒക്കെ ഉള്ള അതുപോലെ തന്നെയാണ്. നല്ല ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. ആ റോഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാട്ടി. നമ്മളിതിന് മുന്നേ ഒരു ഐ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓട്ടോമാറ്റിക് വണ്ടിയായിരുന്നു ഐലൻഡിൻ്റെ. നല്ല അടിപൊളി ലൈലൻ്റെ. എന്തായാലും കുറച്ചുകൂടി പഴയ വണ്ടി ഞാൻ ചെയ്തപ്പോൾ കുറച്ചുകൂടി ടൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതിന് ടൈറ്റ് കുറച്ച് കുറഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മളെ 8ാമത്തെ ഗിയർ വരെ ഇട്ടു. അതൊക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. വണ്ടിയാണെങ്കിലും നമുക്കതൊന്ന് ഓടിച്ച് കയ്യാണെങ്കിട്ടല്ല നമുക്ക് അങ്ങനെ കൂടുതൽ ഇതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും വണ്ടി ഉഷാറാണ്. ലൈലൻ്റെ അല്ലെങ്കിലും അടിപൊളിയല്ല, നല്ല വൈബാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന് സംബന്ധമായിട്ട് ഓട്ടങ്ങളല്ല ഓട്ടം പറഞ്ഞ് നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ ബന്ധപ്പെടുക. ഞാനിവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സാധനങ്ങളൊക്കെ എത്തിച്ചു തരും. ഒരു മെറ്റീരിയൽ സപ്ലൈ ഉള്ള ഗ്രൂപ്പാണ് KTS. അപ്പോൾ എന്തായാലും ഒരുപാട് നമ്മൾ ഓടിച്ച് ഇങ്ങനെ വണ്ടി മറ്റേ വെറുതെ ഡീസൽ കത്തിച്ച് കളയുന്നില്ല. നമുക്ക് എവിടെയെങ്കിലും വണ്ടി അവിടെ ഒതുക്കി നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വണ്ടി ഓടിക്കാനൊക്കെ നല്ല രസമുണ്ട്. എന്താ വെച്ചാൽ ഇത്രയും ഒരു ഭീമാകാരനായിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ കാല് കൂടുമ്പോൾ അങ്ങനെ ഒരു അതിൻ്റെതായ അറിയാലോ, ലോറി എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് ബസ് പോലെ അല്ലല്ലോ, ആ രീതിയിൽ നമുക്ക് കൊണ്ടു നടക്കണം. വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, സുഖമാണ്. അപ്പോൾ ബ്ലൈൻഡ് സ്പോട്ട് മിററുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇങ്ങനത്തെ വണ്ടികളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് മാറി എല്ലാവരും ഒന്ന് തുടക്കത്തിനുള്ളിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ അത്ര ഒന്നും കാണില്ല, മനസ്സിലാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും ബൈക്കുകാരൊക്കെ എൻ്റെ അടുത്തുകൂടെ ഒക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കാറുകാരൊക്കെ ഒന്ന് ഇവർക്ക് കുറച്ചൊരു ബഹുമാനം കൊടുക്കുക, അതിനെ പറയാനുള്ളൂ. ഞാൻ വണ്ടി ഇവിടെ എവിടെയായിട്ടൊന്ന് നിർത്തി വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ? ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിക്കുക. അപ്പോൾ ഇവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഉടൻ തന്നെ വണ്ടി വെച്ചാൽ നല്ലൊരു ഗംഭീര വീഡിയോ ആയിട്ട് വരാമായിരിക്കും. തൽക്കാലം ബൈ, നമസ്കാരം.